മക്കളെ, ഇന്ന് നമുക്ക് ഗിഡ്കി എന്ന കഹാനിയിലെ 3 കഥാപാത്രങ്ങളുടെയും ചരിത്ര പട്ടിപ്പണി നോക്കാം. ലേഖകന്റെ ഭാര്യയുടെ, അതുപോലെ തന്നെ യുവതിയുടെ. ഇവരുടെ 3 പേരുടെയും ചരിത്ര പട്ടിപ്പണിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സംഘർഷശീൽ യുവതി മെഹനത്ത് ഓർ മസ്ബൂരി കാ പ്രതീക്. കഷ്ടപ്പെടുന്ന, വളരെയധികം കഠിനാധ്വാനിയായിട്ടുള്ള യുവതി. മെഹനത്ത് ഓർ മസ്ബൂരി കാ പ്രതീക്, കഠിനാധ്വാനത്തിന്റെയും സ്ഥിരോത്സാഹത്തിന്റെയും പ്രതീകം. നമ്മൾ എഴുതുന്ന സമയത്ത് ഫസ്റ്റ് എഴുതേണ്ട സെന്റൻസ് അഞ്ജു ഗർബന്ദ സെ ലിഖാ ഹുവാ കിഡ്കി നാമക് കഹാനി കാ മുഖ്യ പാത്ര ഹേ യുവതി. ആ ഒരു സെന്റൻസ് നിർബന്ധമായിട്ട് എഴുതണം കേട്ടോ. അതിനുശേഷം മാത്രമേ ബാക്കി നമ്മൾ എഴുതാൻ പാടുള്ളൂ. ആ ഒരു സെന്റൻസ് ഇവിടെ തന്നിട്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾ എഴുതേണ്ടത് ഗിഡ്കി എന്ന കഹാനിയിലെ ആരാണ് എഴുതിയതെന്നും എഴുതണം കേട്ടോ. അഞ്ജു ഗർബന്ദ എഴുതിയ ഗിഡ്കി എന്ന കഹാനിയിലെ പ്രധാന കഥാപാത്രമാണ് യുവതി. അത് എഴുതിയതിനു ശേഷം ഇസ് കഹാനി മേ യുവതി കാ ചരിത്ര സംഘർഷ മെഹനത്ത് ഓർ മസ്ബൂരി കാ പ്രതീക് ഹേ. ഈ കഥയിലെ യുവതിയുടെ കഥാപാത്രം പോരാട്ടം, കഠിനാധ്വാനം, നിസ്സഹായത എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു കഥാപാത്രമാണ് യുവതിയുടെ കഥാപാത്രം. വഹ് രംഗ് ബിരംഗി ഷാളോं का भारी गट्टर उड़ाए ट्रेन में घूम घूम कर अपनी रोजी रोटी कमाने की कोशिश कर रही थी. വർണ്ണാഭമായ ഷാളുകളുടെ ഭാരമേറിയ കെട്ടു ചുമന്ന് ട്രെയിനിൽ ചുറ്റി നടന്ന് ഉപജീവനം കണ്ടെത്താൻ അവൾ ശ്രമിക്കുന്നു. उसकी बातचीत से यह साफ झलकता है कि वह सौम्य, धैर्यवान और ग्राहकों को लुभाने में कुशल है. അവളുടെ സംഭാഷണം, അവളുടെ സൗമ്യത, ക്ഷമ, ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിലെ കഴിവ് എന്നിവ വ്യക്തമായി പ്രകടമാക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ആകർഷിക്കാൻ അവൾ വളരെയധികം കുശലയാണ്, അവൾ സമർത്ഥയാണ് എന്നത് അവളുടെ സംഭാഷണത്തിൽ നിന്നും തെളിയുന്നുണ്ട്. वह महिला को शाल खरीदने के लिए मनाने की पूरी कोशिश करती है और मोल भाव करने के बाद कम दाम में शाल बेचने को तैयार हो जाती है. വഹ് മഹിളാക്കോ, അവൾ സ്ത്രീയെ, ട്രെയിനിലുണ്ടായിരുന്ന സ്ത്രീയെ ഷാൾ ഖരീദിനേക്കിലെ ഷാൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുകയും പൂരി കോശിഷ് കർത്തി ഹെ, അവളെ പൂർണ്ണമായിട്ടും അവളെ ആ ഷാൾ വാങ്ങിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും और मोल भाव करने के बाद വില പേശലിന് ശേഷം കം ദാം മേം, വില കുറച്ച് ഷാൾ ബേജ്നേക്കോ തയ്യാർ ഹോ ജാത്തി ഹെ, വില കുറച്ച് ഷാൾ നൽകാനും അവൾ തയ്യാറാകുന്നു. यह युवती एक मेहनती, संघर्षशील और आत्मसम्मान से भरी लड़की है. ഈ യുവതി കഠിനാധ്വാനിയും പോരാട്ടക്കാരിയും ആത്മാഭിമാനമുള്ളവളുമായിട്ടുള്ള ഒരു സ്ത്രീയാണ്. ജോ ജീവൻ की कठोर सच्चाइयों का सामना कर रही है फिर भी अपनी रोजी रोटी कमाने के लिए आगे बढ़ रही है. ജീവിതത്തിലെ കഠിനമായ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിച്ചിട്ടും ഇപ്പോഴും ഉപജീവനത്തിനായി പരിശ്രമിക്കുന്നത് അവൾ തുടരുന്നു. ആകെ ബഡരി ഹെ, വീണ്ടും അവള് ആ റോസി റോട്ടി കമാനെ കേലിയ ഉപജീവന മാർഗം, അതിനു വേണ്ടിയിട്ട് അവൾ വീണ്ടും മുമ്പോട്ടേക്ക് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യുവതിയാണ്. ഓക്കെ, അത്രയാണ് നമ്മുടെ യുവതിയുടെ ചരിത്ര പട്ടിപ്പണി വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലേഖകന്റെ ചരിത്ര പട്ടിപ്പണിയാണ്. ലേഖക കാ ചരിത്ര ചിത്രൺ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, ലേഖകന്റെ ചരിത്ര പട്ടിപ്പണി. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ ഹെഡിങ് എഴുതിയതിനു ശേഷം ലേഖക ഏക സംവേദനശീൽ ഓർ വിചാരശീൽ വ്യക്തി എന്ന ഈ ഹെഡിങ് എഴുതിയതിനു ശേഷം നിങ്ങൾ എഴുതേണ്ട സെന്റൻസ് അഞ്ജു ഗർബന്ദ സെ ലിഖാ ഹുവാ ഗിഡ്കി നാമക് കഹാനി കാ മുഖ്യ പാത്ര ഹേ ലേഖക്, അങ്ങനെ എഴുതാം. എന്നിട്ട് ഇസ് കഹാനി മേ ലേഖക കാ ചരിത്ര ഏക സംവേദനശീൽ ഭാവുക और गहरी सोचने वाला व्यक्ति के रूप में सामने आता है. ഈ കഥയിൽ എഴുത്തുകാരന്റെ കഥാപാത്രം ഒരു സെൻസിറ്റീവും വൈകാരികവും ആഴത്തിലുള്ള ചിന്താഗതിക്കാരനുമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് വരുന്നത്.
വഹ് കേവൽ ഏക് സാധാരണ യാത്ര നഹീ കർ രഹാ താ. അദ്ദേഹം കേവലം ഒരു സാധാരണ യാത്രയല്ല നടത്തിയിരുന്നത്. ബൽക്കി ഇസ് സഫർ മേം ദൗരാൻ ഉസേ അപ്പനെ അതീതി കി ജലക് ഭി മിലി. മറിച്ച് അദ്ദേഹത്തിന് ഈ യാത്ര മുഖേന അതീതി കി ജലക്, ഭൂതകാലത്തിന്റെ ഒരു കാഴ്ച, ഒരു തിളക്കം, ഒരു നേർക്കാഴ്ച കൂടി അദ്ദേഹത്തിന് ലഭിക്കുന്നു. ജബ് ട്രെയിൻ മേം ഏക് യുവതി ഷാൾ ബേച്ച് രഹി ഥി തോ. ഷാൾ വിൽപ്പനക്കാരിയായിട്ടുള്ളൊരു യുവതി എപ്പോഴാണോ ആ ട്രെയിനിലേക്ക് കടന്നു വന്നത്, ഉസ്കി ആങ്കോം കി നമീനെ ലേഖകെ ദിൽ കോ ഛൂ ലിയ. ആ യുവതിയുടെ കണ്ണുകളിലെ നനവ് ലേഖകന്റെ ഹൃദയത്തെ സ്പർശിക്കുന്നു. യഹ് ദൃശ്യ ഉസെ അപ്പനെ പിതാക്ക് യാദ് ദിലാത്ത ഹെ. ഈ ദൃശ്യം അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഓർമ്മ അദ്ദേഹത്തിൽ ഉളവാക്കുന്നു. ജോ കബി റെയിൽഗാഡി മേ സാമാൻ ബേച്തേ ഥേ. അതായത് ആരാണോ ഇടയ്ക്ക് റെയിൽഗാഡിയിൽ സാധനങ്ങൾ വിൽപ്പന നടത്തിയിരുന്നത്, അത് നേരത്തെ ഈ ലേഖകൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് നേരത്തെ റെയിൽഗാഡിയിൽ എന്താ പറയുന്നത്, സാധനങ്ങൾ വിൽപ്പന നടത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ലേഖകന്റെ അച്ഛൻ. അപ്പം അദ്ദേഹത്തിന് ലേഖകന് ആ ലേഖകന്റെ അച്ഛനെയാണ് ആ സമയത്ത് ഓർമ്മ വരുന്നത്. ലേഖക അപ്പനെ പരിവാർ കെ സാത്ത് സഫർ ക ആനന്ദ് ലേന ചാത്താ താ. ലേഖകൻ തന്റെ കുടുംബത്തോടൊപ്പം സഫർക്ക് ആനന്ദ്, യാത്രയുടെ ആനന്ദം, യാത്രയിൽ സന്തോഷകരമായിട്ടുള്ള ഒരു യാത്ര ചെയ്യാൻ, അതായത് യാത്ര ആസ്വദിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. लेकिन जब उसकी पत्नी ने मोल भाव कर शालें खरीदी तो वह इस घटना को केवल एक लेन देन के रूप में नहीं देख पाया. പക്ഷെ എപ്പോഴാണോ അദ്ദേഹത്തിന്റെ ഭാര്യ ട്രെയിനിൽ വെച്ചിട്ട് വില പേശി ഷാള് വാങ്ങിച്ചത്, ആ ഒരു സംഭവം അദ്ദേഹത്തിന് കേവലം ഒരു വിൽപ്പന മാത്രമായിട്ട് കാണാൻ സാധിച്ചില്ല. वह युवती की मजबूरी और संघर्ष को महसूस करता है और उसकी पीड़ा को समझता है. അയാൾ യുവതിയുടെ ആ മസ്ബൂരി ഓർ സംഘർഷഭരിതമായിട്ടുള്ള ജീവിതം, ഇവിടെ നിസ്സഹായാവസ്ഥയും പോരാട്ടവും നിറഞ്ഞിട്ടുള്ള ആ ഒരു അവസ്ഥ, ഉസ്കി പീഡ, ആ യുവതിയുടെ വേദന ലേഖകൻ മനസ്സിലാക്കുന്നു. അത്രയാണ് ലേഖകന്റെ ചരിത്ര ടിപ്പണി വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പത്നിയുടെ ചരിത്ര ടിപ്പണിയാണ്. ലേഖകന്റെ ഭാര്യയുടെ ചരിത്ര ടിപ്പണിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലേഖക കി പത്നി ഏക് വ്യാവഹാരിക് ഗൃഹിണി. ലേഖകന്റെ ഭാര്യ പ്രായോഗികമായ ഒരു വീട്ടമ്മ, പ്രായോഗിക ബുദ്ധിയുള്ള ഒരു വീട്ടമ്മയാണ് ലേഖകന്റെ ഭാര്യ. ലേഖകക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് സെന്റൻസ് നിങ്ങൾ എഴുതേണ്ടത് അഞ്ജു ഗർഭന്ദാസെ ലിഖാ ഹുവാ ഖിഡ്കി നാമക് കഹാനി കാ മുഖ്യ പാത്ര ഹേ പത്നി എന്ന് എഴുതണം. അതിനുശേഷം ലേഖകി പത്നി ഏക് വ്യാവഹാരിക് ഓർ സമജ്ദാർ മഹിള ഹേ. ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞു തരുന്ന സെന്റൻസ് തീർച്ചയായിട്ടും എഴുതണം കേട്ടോ മക്കളെ. ആ ഒരു സെന്റൻസ് എഴുതിയാലാണ് നിങ്ങൾക്ക് 1 മാർക്ക് ലഭിക്കും. ഫസ്റ്റ് തന്നെ 1 മാർക്ക് അതിന് നിങ്ങൾക്ക് ലഭിക്കും. അത് എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്കിൽ 1 മാർക്ക് നഷ്ടമാവും. ഓക്കെ. लेखक की पत्नी एक व्यावहारिक और समझदार महिला है जो अपने परिवार का ध्यान रखती है. എഴുത്തുകാരന്റെ ഭാര്യ പ്രായോഗികതയും വിവേകവുമുള്ള ഒരു സ്ത്രീയാണ്. അവൾ കുടുംബത്തെ പരിപാലിക്കുന്നു. വഹ് ഖരീദാരി മേ മോൽ ഭാവ് കർനാ ജാത്തി ഹെ और कम दाम में अच्छी चीजें लेने की कोशिश करती है. ഷോപ്പിംഗ് നടത്തുമ്പോൾ എങ്ങനെ വില പേശണമെന്ന് അവൾക്കറിയാം. കുറഞ്ഞ വിലയ്ക്ക് നല്ല സാധനങ്ങൾ വാങ്ങാൻ അവൾ ശ്രമിക്കുന്നു. ട്രെയിൻ മേ ജബ് ഏക് യുവതി ഷാൾ ബേച്ചനെ ആയി തോ ഉസ്നെ തുരന്ത് മോൽ ഭാവ് ശുരു കർ ദിയ और 5 ഷാളേം കം ദാം മേ ഖരീദ് ലി. ഒരു യുവതി ട്രെയിനിൽ ഷാളുകൾ വിൽക്കാൻ വന്നപ്പോൾ അവൾ ഉടൻ തന്റെ വിലപേശൽ തുടങ്ങുകയും കുറഞ്ഞ വിലയ്ക്ക് 5 ഷാളുകൾ വാങ്ങിക്കുകയും ചെയ്യുന്നു. 5 ഷാളേം കം ദാം, കുറഞ്ഞ വിലയ്ക്ക് 5 ഷാളുകൾ വാങ്ങിക്കുന്നു. ഹാലാങ്കി ബാദ് മേം ഉസേ ലഗാക്കി വഹ് और मोल भाव कर सकती थी जिससे उसके सौदेबाजी के स्वभाव का पता चलता है. ബാദ് മേ, പിന്നീട് അവൾക്ക് തോന്നുന്നു കുറച്ചുകൂടെ വില പേശാമായിരുന്നു എന്ന് അവൾക്ക് തോന്നുന്നു. जिससे उसके സൗദേബാജി കാ സ്വഭാവ് കാ പതാ ചൽത്താ ഹെ. ഇതിൽ നിന്നും ആ യുവതിയുടെ സൗദേബാജി കാ സ്വഭാവ്,
വിലപേശലിൻ്റെ സ്വഭാവമാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. അത് അവളുടെ വിലപേശൽ സ്വഭാവം വെളിപ്പെടുത്തുന്നു. ഓക്കെ, അപ്പം അത്രയാണ് ലേഖകൻ്റെ ഭാര്യയുടെ ചരിത്രപര ടിപ്പണി വരുന്നത്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.